ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയോ, യൂട്യൂബ് റവന്യൂ എത്രയാണ് കിട്ടുന്നത്, ലക്ഷങ്ങൾ ഞാൻ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ജോലി നിർത്തിയത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങി, യൂട്യൂബിൽ നിന്ന് കുറേ പൈസകൾ കിട്ടാൻ തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ജോബ് നിർത്തിയെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചവരും കുറേ പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, എന്താണ് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട്, അത് എത്രയാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് ചെറിയൊരു കഥ പറയാം. ഇത് തുടങ്ങിയതൊക്കെ എപ്പോഴാണ്, ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനൊരു സ്റ്റോറി പറയാം കേട്ടോ. ഞാൻ അധികം ഈ വീഡിയോ നീട്ടി വലിക്കാൻ ശ്രമിക്കണില്ല, ലാഗാക്കാൻ ശ്രമിക്കണില്ല. അപ്പം ഞാൻ വേഗം പറഞ്ഞു തീർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടോ, 2 വർഷമായി. അപ്പോൾ ഇത് തുടങ്ങുന്ന ടൈമിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നു, ഒരു റെഡ്മി 6 ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് അത് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫോണിലാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് ഇട്ടത് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് എന്തോ, ഞാൻ അതിന് മുമ്പൊക്കെ കുറച്ച് വീഡിയോസ് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അധികം റീച്ചൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം ഇടും, പിന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനത് ഇട്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, എടി അതിന് 1K വ്യൂസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1Kയോ? അപ്പോൾ എൻ്റെ വീഡിയോന് 1K വ്യൂസോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടു. എനിക്ക് തോന്നുന്നു ഫേസ് പാക്കിങ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഞാൻ രണ്ടാമത് വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനും അത്യാവശ്യം റീച്ച് ഉണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോൾ 2K ആയി, പിന്നെ അതൊരു 3K വ്യൂസ് ആയി. ഇതൊന്നും വലിയ വ്യൂസ് അല്ല, പക്ഷേ എനിക്ക് ആസ് എ ബിഗിനർ എനിക്കിത് വലിയ കാര്യമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കതിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ലിപ്സ്റ്റിക്ക് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വീഡിയോസ് ഇട്ട് പോകുന്നത് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഇത് വലിയൊരു കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോസ് ചെയ്യാം, ഞാൻ ഇത് തുടർന്ന് ഇതിൽ വീഡിയോസ് ഇടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് അത്യാവശ്യം റീച്ച് കിട്ടാനും തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ടൈമിൽ പറയുമ്പോൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവൻ്റെ ഫോൺ, അവനാണെന്ന് വെച്ചാൽ ഫ്രീ ഫയർ കളിക്കാൻ എല്ലാത്തിനും വേണമെന്ന് പറയുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 2 വീഡിയോ, ഒരു 3 വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തുടങ്ങിയപ്പോൾ ആ ഒരു വർഷവും എൻ്റെ ഒരു മണ്ടത്തരം എന്ന് പറയാൻ, ഞാൻ ഷോർട്സ് മാത്രമാണ് എടുത്തുള്ളൂ കേട്ടോ. അത് ഫോണില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണെന്ന് പറഞ്ഞു വെച്ചാൽ ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ ഫുള്ള് പുകയായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ ലോങ് വീഡിയോസൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോബിന് കയറിയപ്പോൾ തീരെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ടൈം തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി ഒരു 7:30ക്കാണ് വീട് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിയിലും 7:00ക്ക് വീട് എത്തി കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഞാനൊരു 10-12 മണി വരെയൊക്കെ വീഡിയോസ് ഇരുന്ന് അപ്പത്തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ, ഞായറാഴ്ചയൊക്കെ ലീവ് കിട്ടിയ ഫുള്ള് വീഡിയോൻ്റെ ബാക്കിലായിരിക്കും. ഒരു ദിവസം ഒരു 2-3 വീഡിയോസ് എങ്കിലും എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം വീട്ടിൻ്റെ അവിടെയാണെന്ന് വെച്ചാൽ നെറ്റില്ല. നമ്മളുടെ വീട്ടിനവിടെ എല്ലാം ഭയങ്കര ലാഗിങ് ആണ്. അധികം എന്താണ് പറയുക, സിഗ്നലൊന്നും കിട്ടാത്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ പട്ടിക്കാട് എന്ന് പറയാം, എന്നാലും എനിക്ക് അങ്ങനെ പറയണത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് സിഗ്നലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഞാൻ 12 മണിക്കാണെന്ന് വെച്ചാൽ വീഡിയോസ് എടുത്തു. ചിലപ്പോൾ പുലർച്ചെ വരെയൊക്കെ ഇരുന്നൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ രാത്രി ഇങ്ങനെ ഇരിക്കും, വീഡിയോസ് ഇങ്ങനെ എടുക്കും. പിന്നെ അപ്പോഴും റിംഗ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിയത് പഴയൊരു 600 സംതിങ് രൂപൻ്റെ ആമസോണിൽ നിന്നൊരു റിംഗ് ലൈറ്റ് വാങ്ങി. അതാണെന്ന് വെച്ചാൽ വൻ മൂഞ്ചലായിരുന്നു കേട്ടോ. അത് കുറച്ച് മാസം കഴിയുമ്പോഴേക്കും അതിങ്ങനെ മിഞ്ഞ കിടുക അങ്ങനെയായി. പിന്നെ അത് ഞാൻ ടേപ്പൊക്കെ ചുറ്റിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ
ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ ഷോർട്ട് വീഡിയോസേ ചെയ്യുന്നുള്ളൂ. എൻ്റെ വോയിസ് ഇട്ടിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യം എന്താണ് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് എന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വോയിസിനെ പോലെയാണ്, എൻ്റെ വോയിസ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഡൗൺ ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു, വോയിസ് ഇടണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെയും നമുക്കൊരു ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ സപ്പോർട്ട്, നീ ഇട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വോയിസ് വെച്ചിട്ട് വീഡിയോസ് ഇട്ടു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അധികം റീച്ച് എന്നല്ല, എനിക്കൊരു 1K എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ സോ ഹാപ്പി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1K വ്യൂസൊക്കെ കിട്ടാൻ തുടങ്ങി ഞാൻ വോയിസ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. ലോങ് വീഡിയോസ് ഇടുമ്പോൾ കുറേ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിട്ടോ. ചാനൽ തുടങ്ങിയ ടൈമിൽ എനിക്ക് കുറേ നെഗറ്റീവ്സ് ആയിരുന്നു കേട്ടോ വന്നത്. എന്താണ്, ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിനക്കൊന്നും ചെക്കൻ കിട്ടില്ല, നിൻ്റെ കല്യാണമൊന്നും നടക്കില്ല, അങ്ങനെയുള്ളൊരു ടോക്കായിരുന്നു. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വീഡിയോസ് കാണാറുണ്ട്, അതൊക്കെ അറിയുന്ന ആൾക്കാരാണ്. നമ്മുടെ ചാനൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും, ഒരു കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ തുടങ്ങുന്ന ടൈമിലൊക്കെ എനിക്ക് 35 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ കാണാറുണ്ട്, 35 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലല്ലേ എന്നൊക്കെ. പക്ഷേ ആ ഒരു 35 സബ്സ്ക്രൈബേഴ്സ് നിന്നിട്ട് നമ്മുടെ ഫാമിലി ഇപ്പോൾ 2746 സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ഫാമിലി മാറിയിരിക്കുകയാണ്. അതിൽ ഞാൻ സോ ഹാപ്പി. ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട്, 2 വർഷമായിട്ട് ചാനലിന് വലിയ പുരോഗമനമൊന്നും ഇല്ലല്ലേ എന്നുള്ളത്, നിൻ്റെ വീഡിയോസൊക്കെ ഇല്ലെങ്കിൽ ആര് കാണാനാണ്, എന്തിനാ അത് ഇടണമെന്ന് പറഞ്ഞിട്ട് റീസെൻ്റായിട്ട് അടക്കം ഞാനത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. റീസെൻ്റായിട്ട് അടക്കം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ ഒരു ചാനൽ സ്റ്റോപ്പ് ചെയ്യും, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ശരിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ എനിക്ക് ഇതിലൊരു വീഡിയോസ് ഇടുന്ന ടൈമിൽ കിട്ടുന്ന ഹാപ്പിനെസ്, എനിക്ക് അത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഹാപ്പിനെസ് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ 2 വർഷമായി എൻ്റെ ചാനലൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നു കേട്ടോ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇടണ്ട, ഇനിയിപ്പോൾ ഇതെൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് കയ്യിലെണ്ണാൻ പറ്റിയൊരു സർക്കിളാണ്. കാരണം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ എനിക്കൊരു കംഫർട്ട് സോണായിട്ട് മാറിയ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അതിലെ കുറച്ച് പേരാണ്, ഞാൻ പേര് പറയാം കേട്ടോ, അമ്മുവും ഹിച്ചു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ നീ വീഡിയോസ് ഇടാണ്ടിരിക്കേണ്ട, വീഡിയോസ് ഇട്, ആൾക്കാർ പലതും പറയും, അതൊന്നും മൈൻഡ് ആക്കണ്ട, മര്യാദയ്ക്ക് വീഡിയോസ് ഇട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി, പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം സോ ഹാപ്പി കേട്ടോ. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് പറയുന്നത്, ആ 35 സബ്സ്ക്രൈബേഴ്സിൽ നിന്നിട്ട് 2000 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, 2746 കേട്ടോ, ഞാൻ മറക്കില്ല. ഇനി കൂടുകയാണെന്ന് വെച്ചാൽ സോ ഹാപ്പി, ഐ എം ബ്ലെസ്ഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ശരി അപ്പോൾ വീഡിയോസ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് 2024 ആയപ്പോൾ ശരി ഓക്കെ, ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു 2024. കാരണം ഞാൻ പുതിയ ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തത് എന്ന് പറഞ്ഞത് മൈ ഓൺ മണി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്തത് അതിൻ്റെ കുറച്ച് പൈസ സേവിങ്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ വീട്ടുകാർ തന്നൊരു പൈസ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോബ് നിർത്താൻ കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടാണോ എന്നുള്ളത്. അല്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടണില്ല കേട്ടോ, യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനവും കിട്ടണില്ല. ലക്ഷങ്ങളാണ് കോടികളാണ് സമ്പാദിക്കേണ്ടതെന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെ അമ്മയുടെ അടുത്ത് വരെ ചോദിച്ചിട്ടുണ്ട്, അവൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ല എത്രയുണ്ട് എന്നൊക്കെ. പക്ഷേ എനിക്ക് ഒരു പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത്ര കിട്ടാനുള്ള ചാനലിൻ്റെ നമ്മളായിട്ടില്ല. നമ്മളിപ്പോഴും ഒരു കൊച്ചു ഫാമിലിയാണ്. ഞാൻ ഇപ്പോഴാണ് ലോങ് വീഡിയോസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഇടാൻ തുടങ്ങിയിട്ടുള്ളത്.
ആ ഫസ്റ്റത്തെ ഒരു 2023 എന്നുള്ള വർഷം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ആ ഒരു 2023 ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങൾ. ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു വീഡിയോസ് ഇടുന്നതിലാണെന്ന് വെച്ചാലും. കാരണം അത്രയ്ക്കും ഡൗൺ ആയിരുന്നു. ഡൗൺ ആയതല്ല, ഡൗൺ ആക്കിയതാണ്. നമ്മളെന്താ പറയുക, നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞാനൊരു ചെറിയൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടണമെന്ന് പറയുമ്പോൾ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരുന്ന ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചില്ല. അതിപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നതാണെങ്കിൽ കൂടെ എനിക്ക് ഇത്ര വിഷമമില്ലായിരുന്നു. കാരണം നമ്മൾ അറിയാത്ത ആൾക്കാരാണ്, നമ്മളുടെ പരിചയം കൂടി ഇല്ലാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ അവർക്ക് കണ്ടിട്ട് ചിലപ്പോൾ അത് നെഗറ്റീവ് തോന്നിയിട്ട് പറയായിരിക്കും. പക്ഷെ ഇത് കൂടുതൽ നമുക്ക് അറിയുന്ന ആൾക്കാർ നമ്മളെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഹേർട്ടാവും. അതുകൊണ്ട് ഞാൻ കുറേ ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 2024 കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ അവർ കാരണം ഞാൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ വന്നത് 3000 വാച്ച് അവേഴ്സ് വേണം ലോങ് വീഡിയോസിന്, ഇല്ലെങ്കിൽ ഷോർട്സിൽ 3M വേണം നമ്മുടെ അക്കൗണ്ട് ഒന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു 3000-ൽ പകുതി പോലും എൻ്റെ എത്തിയിട്ടില്ല വാച്ച് അവർ. അതുകൊണ്ട് ഡോണ്ട് വെറി, എനിക്ക് പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അഥവാ പൈസ കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ അത് എത്രയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഞാൻ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അത് വേഗം കിട്ടട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും അതിന് വേണം. നിങ്ങളുടെ ഒരു ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് മതി കേട്ടോ. ഞാനിപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അധികം മൈൻഡ് ആക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം ഫസ്റ്റൊക്കെ എനിക്ക് ഹേർട്ടായിരുന്നു. നമുക്ക് അറിയുന്ന ആൾക്കാരെന്നെ വന്നിട്ട് നിൻ്റെ വീഡിയോസ് ശരിയില്ല, നിൻ്റെ എഡിറ്റിംഗ് ശരിയില്ല, നിൻ്റെ വോയിസ് ശരിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഹേർട്ടാവും. എന്താ പറയുക, എനിക്കത് ഒട്ടും, നമ്മൾ മെൻ്റലി ഓക്കെ അല്ലാതിരുന്ന ടൈമിൽ ഇങ്ങനെ ഓരോരുന്ന് കേൾക്കുന്ന ടൈമിൽ ഭയങ്കര ഹേർട്ടാവും. കാരണം ഇപ്പം കൂടെ റീസെൻ്റായിട്ട് ഈ ഒരു ചാനൽ വേണ്ട വെക്കാം എന്നുള്ളത് വരെ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ഇതായിരുന്നു. നീ വേണ്ട, ഈ ചാനൽ നീ നിർത്തിക്കും, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഈ 2024 ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് 6 മാസമായിട്ടാണ് ഞാൻ കറക്റ്റായിട്ടൊന്ന് പ്രൊഡക്റ്റീവായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് വരുന്നത് കേട്ടോ. അതിൽ എനിക്ക് സോ ഹാപ്പി. പിന്നെ ഞാൻ ജോലി വേണ്ട വെച്ചത് എനിക്ക് അവിടെ കംഫേർട്ടല്ല എന്ന് തോന്നിയിട്ട് തന്നെയാണ്. എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല ആ ജോലി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിർത്തി. ഇല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടല്ല, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പിന്നെ ഞാൻ ഇപ്പോഴും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ജോലി കിട്ടിയാൽ ഞാൻ പോവും. ഞാൻ പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ. എനിക്ക് രാത്രി ആയിന്ന് വെച്ചാൽ വീടെത്തണം, വീട്ടിൽ പോയിട്ട് വരാൻ പറ്റിയ ജോലി വേണം എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്, പാലക്കാട് തന്നെയാണ് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കംഫേർട്ടായിട്ടുള്ളൊരു ജോബ് കിട്ടിയാൽ ഞാൻ എന്തായാലും പോകുന്നുണ്ടോ. ഇല്ലാതെ ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് പറയുകയാണ്, എൻ്റെ അടുത്ത് വെറുതെ ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ അതാ പറഞ്ഞത്, എനിക്ക് എന്താ പറയുക, ഞാൻ ജോബ് എനിക്ക്, നമുക്ക് എല്ലാവർക്കും എല്ലാ ജോബും കംഫേർട്ട് ആവണം എന്നില്ല. അപ്പോൾ എനിക്ക് ആ ജോബ് കംഫേർട്ട് ആയില്ല, എനിക്കത് ഓക്കെ അല്ലായിരുന്നു. അപ്പം ഞാനത് നിർത്തി. പിന്നെ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത്, എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. യൂട്യൂബിൽ മാത്രമല്ല, ഞാൻ ഇൻസ്റ്റയിലും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോഴും ആ മെമ്മറീസ് അവിടെ കിടക്കും. ഞാൻ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അറിയാത്ത ഫാമിലിയിലത്തെ ആണെന്ന് വെച്ചാലും ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഐ എം സോ ഹാപ്പി. ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല കേട്ടോ, അറിയുന്ന ആൾക്കാരും ഫാമിലീസിലുള്ള ആൾക്കാരും തന്നെയാണ് നമ്മളുടെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹാപ്പി. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൊച്ചു മക്കളാണ് എൻ്റെ ഫാൻസ് കിട്ടും, ചെറിയ കുട്ടികൾ. അതിലും ഞാൻ സോ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ചേച്ചി വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ സോ ഹാപ്പി. എത്ര സോ ഹാപ്പി ആയില്ലേ. കാരണം എനിക്ക് അത്ര സന്തോഷമാണ്. അറിയുന്ന ആൾക്കാർ തന്നെയാണ് പറയണത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ചാനൽ കൊണ്ടാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് പേരെങ്കിലും അറിയാൻ തുടങ്ങിയത് ഫാമിലീസ് ആണെന്ന് വെച്ചാൽ ഞാൻ അധികം മേ ബി കംഫേർട്ട് ആയവരുടെ അടുത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളൂ. ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ചിരിക്കും. ചിലർ പറയാത് ഭയങ്കര ജാടയാണെന്ന്. ജാട കൊണ്ടൊന്നുമല്ല, എനിക്കൊരു കംഫേർട്ട് ഇല്ല, എനിക്കൊരു ചെറിയൊരു പേടി കൊണ്ടാണ് എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയാണ് സംസാരിച്ചാൽ. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെയെങ്കിലും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നീ എന്താ എത്തിയെന്ന് പലരും ചോദിക്കും. അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല,
എന്താണ് അതിനേക്കാൾ ഉപരി അക്കൗണ്ട് മോണിറ്റൈസേഷനായി പൈസ കിട്ടാൻ തുടങ്ങി. അതൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ കുറേ പേര് കമൻസിലൂടെ ആണെന്ന് വെച്ചാലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെന്ന് വെച്ചാലും വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമായി, പിന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സോ ഹാപ്പി ടു. എനിക്ക് അത് മതി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ വേണം. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എന്നെപ്പോലെ എൻ്റെ അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ ഡോണ്ട് വറി, നമ്മളുടേതായിട്ടുള്ള ടൈം വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഭയങ്കര ചില ടൈമിലൊക്കെ ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യമാണ് വീഡിയോസ് ചെയ്യണതും എല്ലാ കാര്യങ്ങളും. പക്ഷേ റീച്ച് ആവണില്ല, വ്യൂസ് കിട്ടണില്ല. ഇപ്പം നമ്മൾ ഇത്ര കറക്റ്റ് എഫേർട്ട് ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടണില്ല എന്ന് വെച്ചാൽ നമ്മൾ സാഡ് ആവും. കാരണം നമ്മൾ അത്ര എഫേർട്ട് ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും സങ്കടമാവും. പക്ഷെ അതൊരു ലിമിറ്റ് ആക്കാൻ നോക്കുക. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിൽ തന്നെ എത്ര വ്യൂസായി എന്ന് നോക്കാതെ ഇരിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഏതെങ്കിലും പുതിയ യൂട്യൂബേഴ്സാണ്, നിങ്ങളിപ്പോൾ ബിഗിനർ ആണെന്ന് വെച്ചാൽ അധികം സ്ട്രെസ് എടുത്തിട്ട് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. എഡിറ്റിംഗ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ മെല്ലെ എല്ലാം പഠിച്ച് വന്നാൽ മതി. എല്ലാം കൂടെ പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടു, അങ്ങനെയൊന്നും ചെയ്യരുത്. കുറച്ച് വീഡിയോസായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് വരിക. നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് കണ്ടുപിടിക്കുക കേട്ടോ. എനിക്കിപ്പോൾ ലൈഫ് സ്റ്റൈല്, ബ്യൂട്ടി, ഫാഷൻ എല്ലാം എനിക്കിഷ്ടമാണ്. ഞാൻ അതൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ കഥ പറയാനായിരിക്കും, ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലായിരിക്കും, ബ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ഏതാണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ എന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്ക് ലക്ഷങ്ങളും കോടികളൊന്നും സമ്പാദിക്കണില്ല. എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ജോബ് നിർത്തിയത് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണു അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അപമാനിച്ചവരോട് നന്ദി മാത്രം. ഇപ്പോഴും അപമാനിച്ചിരിക്കുന്നവരോട് നന്ദി മാത്രം, വേറെ ഒന്നുമില്ല. കാരണം ഇതെൻ്റെ ഇഷ്ടമാണ്. നമുക്ക് എപ്പോഴാണ് നമ്മളെ ആൾക്കാർ ഇത് നീ ചെയ്യേണ്ട, അത് നീ ചെയ്യേണ്ട എന്ന് പറയണത്, നമ്മുടെ പാഷനിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ്. നമ്മൾ എന്താണോ നമുക്ക് ഇഷ്ടമായിട്ട്, ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് കൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ. ആ ഒരു കപ്പ് ഓഫ് ടീക്ക് എത്തുമ്പോഴാണ് ആൾക്കാർ ആ ടീയിൽ വെള്ളവും കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ആഡ് ചെയ്യണത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൈൻഡ് ആക്കാണ്ടിരിക്കുക. ആ കപ്പ് ഓഫ് ടീ ആയിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോ. അതിൽ വേറൊന്നും ആഡ് ചെയ്യുക നിങ്ങൾ അയക്കരുത്. അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വില കൊടുക്കുക. ആൾക്കാർ പലതും പറയും, നമ്മൾ ഡൗൺ ആയി പോവും, നമ്മൾ ഇരുന്ന് കരയും. ഞാനൊക്കെ ഇല്ല, രാത്രി ഇരുന്ന് കരഞ്ഞതിന് ഒരു ഇതുമില്ല. കാരണം ഒന്നാമത് ജോലിയില്ല. ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മൂഞ്ചിയിട്ടുണ്ട്, കിട്ടിയതിന് ഞാൻ ഒരാഴ്ച പോയിട്ട് നിർത്തിയത് വരെ ഉണ്ട് കേട്ടോ. ഒരാഴ്ച ജോലിക്ക് പോയിട്ട് നിർത്തിയത് വരെ ഉണ്ട്. അപ്പോൾ ലൈഫ് ഇങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടേതായ ടൈം വരും. ഓക്കെ. അപ്പോൾ ഈ അപ്പ് ആവുമ്പോഴും ഡൗൺ ആവുമ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളുടെ എന്താണോ പാഷൻ അതിൻ്റെ പിന്നാലെ പോകാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്ന ടൈമിൽ എനിക്കത് ഭയങ്കര സ്ട്രെസ്സിങ് ആയിരുന്നു. എനിക്കതിലൊരു ഹാപ്പിനെസ്സും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വേണ്ട, ഇതെനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അതിപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കാണെന്ന് വെച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ നിർത്തുക, നമ്മൾ വേറെ ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ജോബ് നിർത്തിയതിന് ശേഷം വീട്ടിലുണ്ടായ ഭൂകമ്പം വലിയൊരു ഭൂകമ്പമായിരുന്നു. എന്തിനാണ് നിർത്തിയത്, ഇനിയൊന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. എൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ്, ശരിയെന്നാൽ നിനക്ക് എന്താണ് കംഫർട്ട് അതിൽ പോകാനാണ് വീട്ടുകാരും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീട്ടുകാരിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, എല്ലാം ശരിയാവും. പിന്നെ അഥവാ എന്നാണ് ഞാൻ പറയണത്, എനിക്കറിയില്ല എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആവോ ഉള്ള കാര്യം. മേ ബി മോണിറ്റൈസേഷൻ ആയി എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ബിഗ് സീക്രട്ട് പറയാനുണ്ട് കേട്ടോ. അതെന്താണ് ഏതാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്ന ടൈമിൽ ഒരു ബിഗ് സീക്രറ്റ്, എൻ്റെ ലൈഫിൽ തന്നെ ബിഗ് സീക്രറ്റ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അക്കൗണ്ട് വേഗം മോണിറ്റൈസേഷൻ ആവട്ടെ.
അതാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്താ പറയുക, ഇതുപോലെ തന്നെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കുറേ പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോസ്. ടാറ്റ, ബൈ ബൈ.